മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം കാലത്ത് 4 മണി 4:15 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ ഒട്ടും പ്ലാൻഡ് അല്ല, ബിക്കോസ് എനിക്ക് കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു. സോ കുറച്ചധികം ദിവസമായി പുറത്തേക്കൊന്ന് പ്രോപ്പർലി പോയിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വ്ളോഗ് എടുക്കാം. ഇപ്പം ഞാൻ കാലത്ത് എന്തിനാണ് എണീറ്റിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പന് ഹാർട്ടിൻ്റെ ഡോക്ടറുടെ നമ്പർ എടുക്കാൻ പോകണം. അപ്പന് 23-ാം തീയതി തിമിരത്തിന്റെ ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ അതിന് മുന്നായിട്ട് അപ്പൻ റെഗുലർലി കഴിക്കുന്ന അല്ലെങ്കിൽ റെഗുലർലി കാണിക്കുന്ന ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹാർട്ടിന്റെ ഡോക്ടറെ കാണിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഹാർട്ടിന്റെ ഡോക്ടറുടെ നമ്പർ എടുക്കണം. സോ ഒരു 5 o'clock ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ജൂബിലിയിൽ എത്തണം. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ജെറിഫും ഉണ്ട്. ഒരു 5 മണി ആവാറാവുന്ന ടൈമിനോട് കൂടിയിട്ട് ജെറിഫ് എന്റെ വീടിന്റെ ഓടിക്ക് വരും. അവിടുന്ന് നേരെ ഞങ്ങള് എവിടെ പോകുന്നു, ജൂബിലിയിൽ പോകും. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെറുപ്പ് വന്നതിട്ട് കാണിക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഞാൻ ചായ വെക്കട്ടെ. പോണില്ലേടാ, പോണില്ല ഏട്ടാ. നമ്മള് നീനെ പറ്റിക്കൊന്നും വേണ്ട, തുറന്നോ. അവള് ഇറങ്ങും എന്തായാലും. ജെർഫ് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ജെർഫ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ നമ്പർ എടുക്കാൻ പോട്ടെ. ഇപ്പൊ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് ഡാർക്ക്. 5:10 ആയിട്ടുള്ളൂ. 5:05 ആയിട്ടുള്ളൂ അല്ലേ? അതെ, 5:05 ആയിട്ടുള്ളൂ. അപ്പൻ ഇപ്പൊ തന്നെ കുറച്ച് നേരത്തെ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അപ്പൊ ഞങ്ങളും പോവാൻ നോക്കട്ടെ. 5:07. ഓ മൈ ഗോഡ്. അപ്പൊ ഞങ്ങള് പോവാൻ നോക്കട്ടെ. നേരത്തെ വരണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നേരത്തെ പോയിരുന്നിട്ട് അവിടെ എന്ത് കാണിക്കാനാ, കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാന്ന് പറഞ്ഞു. ചിക്കൻ പിടിക്കാ, ചിക്കൻ അകത്ത് കയറ്. അതെ ഗൈസ്, ഞങ്ങള് പറഞ്ഞ പോലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്പർ എടുക്കാൻ വന്ന കരുനാക്ക് വിളിച്ചൊന്നും പറയാണ്ടിരിക്കണതിന്റെ വേണ്ട. നീ അങ്ങനെ വേണ്ട. ഈസ്റ്ററിന്റെ സെലിബ്രേഷൻ ഇവിടെയാണ്, ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഈ മേക്കപ്പ് കുറച്ച് കൂടുതലല്ലേ ഗൈസ്? അങ്ങനെ വിചാരിക്കണ്ട. ലിപ്സ്റ്റിക് കുറച്ച് കൂടുതലായാലും മസ്കാര ഒട്ടും കുറച്ചിട്ടില്ല. ചമഞ്ഞടക്കണം. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമ്പർ എടുത്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. വെളിച്ചമില്ലാത്തതുകൊണ്ട് നല്ല വൃത്തിയോടെ ആയിരിക്കും കാണാനായിട്ട്. ബിക്കോസ് ശരി എന്നാ ബൈ. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടിട്ട്, സഹിക്കെങ്കിലും എനിക്ക് ഇതൊന്നും കേട്ടിട്ട്. ഞങ്ങള് പോയിട്ട് നമ്പർ എടുത്തിട്ട് വരാം. തിരിച്ചു പോകുമ്പോൾ ഫോൺ എടുക്കണം. ഔസേബ് കൊല്ലും നിന്നെ. ജൂംബി കോൾ എടുത്തോണ്ട് പോണെന്ന്. ഔസേബ് ഉണ്ണീഷ ഓടിച്ചിട്ടടിക്കും നിന്നെ. നമ്പർ കൊടുത്തുടങ്ങിയോന്ന് അറിയില്ല ഗൈസ്. എന്നോട് ഞങ്ങൾ മൈക്ക് എടുക്കാൻ മറന്നുപോയി. ഞങ്ങള് പോസ്റ്റാന്ന് തോന്നുന്നുണ്ട് ഇവിടെ മൊത്തം. കാശ് കൊടുത്ത് മൈക്ക് മേടിച്ചിട്ട് വീട്ടിലുള്ള വീഡിയോസിന് മാത്രം എടുക്കുള്ളൂ. മറന്നുപോയി ഗൈസ്. അപ്പൊ നമ്പർ എടുത്തിട്ട് വരാം നമ്മള് പോയിട്ട്. ഓക്കെ ബൈ. ഈ ആ പൗച്ച് നോക്കണം ഒരെണ്ണം. മൈക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പൗച്ച് ഒരെണ്ണം നോക്കണം. അതെ, കയ്യിൽ പിടിച്ചോണ്ട് അത് എന്തായാലും മിസ്സാവും. അപ്പൊ നമ്മൾ എന്തായാലും ഒരു പൗച്ച് നോക്കണം മൈക്കിന് വേണ്ടിയിട്ട്. സോ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിനകത്ത് നമ്മൾ അധികം വീഡിയോസ് എടുക്കണില്ല. നമ്പർ എടുത്തിട്ട് വരാം ഗൈസ് പോയിട്ട്. ചെറിയൊരു പണിയും കൂടി കിട്ടി. ഞങ്ങള് നമ്പർ ബുക്ക് ചെയ്യാൻ വന്ന ആൾക്ക് ഇന്ന് നമ്പർ ഇല്ല ഗൈസ്. ഡോക്ടർ ഒന്ന് ലീവാണ് ഗൈസ്. ഞങ്ങളെ ശശിക്ക് കിട്ടു. അങ്ങനെയല്ല, ഞാൻ 2 days ബാക്ക് വിളിച്ചതാണ് അവരാണ്. അത് ഞാൻ വിളിച്ചിട്ട് റിസപ്ഷനിൽ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഈ ദിവസങ്ങളിലൊന്നുമില്ല, ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ 19th സാറ്റർഡേ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സാറ്റർഡേ ഏർലി മോർണിംഗ് ഇവിടെ വന്നിരുന്നപ്പോൾ ഡോക്ടറില്ല, ഡോക്ടർ ലീവാണെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അമ്മേനെ കാണിക്കുന്ന കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ആളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്പർ കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ ഒറ്റ പട്ടിക്കുഞ്ഞില്ല. പുലർച്ചെ വന്നിട്ട് ഞങ്ങൾ ആകെ 4 നമ്പറിലോട്ടെ ഡോക്ടർക്ക്. ഇന്നത്തെ ദിവസം 4 നമ്പറുള്ള ഡോക്ടർക്ക്. ഓരോ കഷ്ടപ്പാടുകൾ കാണണം. ഒരു ഡോക്ടറെ കാണാനായിട്ട് 1 മാസം മുന്നേ വന്നിരിക്കണം നമ്മൾ. 5:30 ആയിട്ടുള്ളൂ. 7 മണിക്ക് ടോക്കൺ കൊടുത്തു തുടങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്പർ കൊടുത്തു തുടങ്ങുള്ളൂ. 4 നമ്പറുള്ളൂ. 4 നമ്പറിന് വേണ്ടിയിട്ട് പുലർച്ചെ വന്ന് ചത്തുത്തിരിക്കണം. ഓരോ കഷ്ടപ്പാടുകൾ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഡേ ടൈം കൂടെ വരുമ്പോൾ ഇവിടെ ഒറ്റ ആളില്ല. ഒറ്റ ആളില്ല ഈ ഭാഗത്തേക്ക്. പക്ഷെ പകല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച ആൾക്കാർ തിരക്കുന്ന നിറച്ച് തിരക്കാണ് അതിൻ്റെ അകത്ത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടേഴ്സ് പ്രീ ബുക്ക്ഡ് ആണ് ഇങ്ങനത്തെ ഡോക്ടേഴ്സിനൊക്കെ ഫുള്ള്.
പറഞ്ഞില്ലേ 8:30 8 മണിക്കുള്ളിൽ നമുക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൻ്റെ അടുത്തോട്ട് മാർക്കറ്റിൽ പോകണം. ഐ ഡോണ്ട് തിങ്ക് സോ 7 മണിക്ക് ടോക്കൺ കൊടുത്തു തുടങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്പർ കൊടുത്തു തുടങ്ങുമായിട്ടും ടൈം കഴിയും. സോ അത് കഴിഞ്ഞ് 8 മണിക്കുള്ളിൽ പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പറ്റുകയാണ് 8 മണിക്കുള്ളിൽ ഫ്രീ ആവുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോകും അല്ലേ? അതെ 7 മണിക്ക് കൊടുത്തു തുടങ്ങിയാൽ നമ്മളൊരു ബഹളം ഉണ്ടാക്കണത്. അതെ നമുക്ക് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല രാത്രി ഒരു 11 മണി തൊട്ട് കിടന്നേനെ. അത് നല്ലത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ 5 സ്റ്റാൻഡേർഡ്സിൽ കിടക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ കിടക്കണം നല്ലത്. ഇത്ര നേരത്തെ നെറ്റ് ഉറക്കുടച്ച് കയറി യാതൊരു ആവശ്യമില്ലായിരുന്നു. 5 പോന്നാന്ന് ഞാനടുത്ത് പറഞ്ഞതാണ്. കേൾക്കട്ടെ, ഒരു 5 മണിക്ക് തന്നെ വരണം. 5 മണിക്ക് ഇവിടെ തിരക്കുകാരനെ 5 മണിന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഞാൻ പിന്നെ അതിന് ശേഷമാണ് ആലോചിച്ചത് അത്ര നേരത്തെ പോകേണ്ട ആലോചിച്ചു. പക്ഷെ ഞാൻ പറയാന്ന് വെച്ചാൽ ഇവിടെ വേറെ രണ്ട് ചേച്ചിമാരോട് വന്നിരിക്കുന്നു. അവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടാവും. പക്ഷെ 4 നമ്പറുള്ളൂ. 4 പേര് ഉള്ളിലോട്ട് അകത്ത് കടത്തി വിടണുള്ളൂ അവര്. അതൊരു വേറൊരു പോയിന്റാണ്. സോ വിൽ വെയിറ്റ് അല്ലേ? ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ക്യാമറയുടെ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. വിൽ അഡ്ജസ്റ്റ്. ആടി നിനക്ക് വേണ്ടി ഇവിടെ ലൈറ്റ് മ്യൂസിക് ഇട്ടിരുന്നു. അതെ, നട്ടപ്പാതിരിക്കൂടെ ലൈറ്റ് ഇട്ടിരുന്നാൽ മതി എന്നൊക്കെ അവര്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇമാതിരി സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ചായ കുടിക്കാനൊരു ത്വര വരില്ലല്ലോ. ആ ത്വര വീട്ടിൽ പോയി കിട്ടില്ല. അതെ, ഇനിയിപ്പോ തിങ്കളാഴ്ച വെറുതെ ആഗ്രഹം മാത്രം. വെറുതെ അവന് വെറും ആഗ്രഹങ്ങൾ. ഉറക്കങ്ങളങ്ങിരിക്കുന്നല്ലോ കുട്ടി, അതുകൊണ്ട് ആഗ്രഹം മാത്രം. ഗൂഗിൾ പേ തരും. എൻ്റെ പന്നിപ്പോടെ നിനക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അടിച്ച് പോസ്റ്റ് അടിച്ച് ഞങ്ങൾക്ക് അവസാനം വിശന്നു ഗൈസ്. പതിവില്ലാത്തൊരു വിശപ്പ്. 6 മണിയായപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിൽ വന്നു. യെസ്, ദിസ് ഇസ് ജൂബിലി മിഷൻ ക്യാൻറ്റീൻ. ഞങ്ങൾ ചായയും വടയും മേടിച്ചു. ചായയും വടയും ഇനി മാത്രമാണോ? എനിക്ക് സാമ്പാറും വേണം. സാമ്പാർ ആൻഡ് ചട്നി. വട മേടിച്ച് കിട്ടി ഗൈസ്. എന്താണ് കിട്ടി ഗൈസ്? ഇതെന്റെ ചായ, ഇതവന്റെ ചായ, ഇതെന്റെ ചായ. അത് കാണാല്ലേ ഗൈസ്? നിങ്ങൾ നീക്കിക്കാം, എന്നാലേ കാണുള്ളൂ. ഇതെന്റെ ചായ. അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് വേണം നീക്കി കേൾക്കാൻ. ഇതെന്റെ ചായ, അപ്പുറത്ത് അവന്റെ ചായ. ഞങ്ങൾ ആക്ച്വലി അവിടെ ഒരു ചേച്ചീനെ ഇരുത്തിയിട്ട് ഞങ്ങളോട് പോന്നു. അത് തിരിച്ചു ചെല്ലുമ്പോ നമ്പറുണ്ട്, ഒരു തേങ്ങ ഉണ്ടാവില്ല. എന്നിട്ട് അപ്പൻ, നിങ്ങളെ ഞാൻ തിന്നാൻ വിട്ടതാണോ ഈ വ്ലോഗ് കാണുന്ന അപ്പൻ? നിങ്ങളെ ഞാൻ തിന്നാൻ വിട്ടതാണോ അതോ എന്താ പറയാ നമ്പർ എടുക്കാൻ വിട്ടാണോ? ചത്താല് ഞാൻ കാലത്ത് സാധനം കഴിക്കാത്തോണ്ട് ഒരു ആവശ്യമില്ലാണ്ട്. ഇന്നലെ അത്ര ഞാൻ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും കാലത്തേക്ക് എനിക്ക് വിശക്കുന്നത്. അല്ല, ഞാൻ കാലത്ത് കഴിക്കാം. ഉറങ്ങിയിട്ടില്ല. കഴിച്ചിട്ട് വരാം കേട്ടോ. വടകൊള്ളാം. വടെടുത്ത് കഴിച്ചാ കഴിച്ചു ഒരു പീസ് പോക്കറ്റിൽ പോയി സ്വഭാവം ഉണ്ടായിരുന്നു. പോക്കറ്റില് എവിടെയെങ്കിലും പോകുമ്പോ പോക്കറ്റില് മിച്ചറൊക്കെ വരുന്ന സ്വഭാവം. ഇപ്പൊ കഴിച്ചു പോടാ പോയതാ. അല്ല, ചെറുപ്പത്തിലെ കാരണം ചോദിച്ചതാ. മിച്ചറില്ലേ കപ്പലണ്ടി? കപ്പലണ്ടി ഒക്കെ പറക്കിയിടുക. മിച്ചറ്, കപ്പലണ്ടി അങ്ങനത്തെ ആളൊക്കെ പറക്കി പോക്കറ്റിലിട്ട് കഴിക്കാൻ. എന്നിട്ട് വീട്ടിൽ വരുമ്പോ ഉറുമ്പ് വന്നിട്ട് ഭർത്താവും. അതെ, പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് കുടുംബസമ്മേളനം വരുമല്ലേ? അപ്പൊ കുടുംബസമ്മേളനത്തിന് പോകുമ്പോ സ്നാക്സ് ഒക്കെ കിട്ടൂലേ? അത് കഴിച്ചിട്ട് പിന്നെ എടുത്തോണ്ടിരും. പേപ്പർ ബിസ്ക്കറ്റ് ഒക്കെ കിട്ടും. പണ്ട് പേപ്പർ ബിസ്ക്കറ്റ് ഒക്കെ കിട്ടും. പേപ്പർ ബിസ്ക്കറ്റ് ഒക്കെ കിട്ടണം. ഞങ്ങള് എന്താ പറയാ 3-4 അവിടെ ചെല്ലാം തിന്നും. എന്നിട്ട് 3-4 വാരിട്ടൊക്കെ എടുത്തിട്ട് പോക്കറ്റിലൊക്കെ കുത്തിനിറച്ചു എല്ലാവരും. പക്ഷെ ഇവിടെ അതെ, പിന്നെ പള്ളിന്ന് നേർച്ചെടുക്കുമ്പോ അല്ലെ, പള്ളിന്ന് നേർച്ചയും മേടിക്കാറുണ്ട്. അങ്ങനെ 2-3 തവണ പോയി മേടിക്കും. ആ കാലഘട്ടമൊക്കെ ഇപ്പോഴും നല്ല രസം ഓർക്കുമ്പോ. 2-3 തവണ പോയി നേർച്ച മേടിക്കും. പിന്നെ കുറച്ചുകൂടി ഏജ്ഡ് ആയതിനു ശേഷം, അതായത് ലൈക്ക് ഒരു +2 ആ ഒരു ടൈമൊക്കെ ആയ സമയത്ത്
ചേട്ടൻ കോയറിലൊക്കെ ഉള്ള കാരണം കൊണ്ട് നേർച്ച കിട്ടും പള്ളിയിൽ നിന്ന്. ഐ മീൻ ചേട്ടന് കിട്ടുന്നല്ല, പള്ളിയിൽ പൊതുവെ കൊടുത്തിട്ട് നേർച്ചയെന്ന് എക്സ്ട്രാ അവർക്ക് കോയറിലുള്ള കാരണം അവര് ബാക്കി കൊണ്ടുവരുന്ന സംഭവം ആൾക്കാരോട് വെച്ചിട്ടുണ്ടാവില്ലോ, അതിന്നൊക്കെ അവർക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് എടുത്ത് തരാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാനൊരു ഓൾട്രോ ബോയ് ആയിരുന്നു ഗൈസ്. അതെ അതെ, ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. ക്രിസ്ത്യൻസിന് അറിയായിരിക്കും ഓൾട്ടർ ബോയുടെ എന്താന്നുള്ള പ്രിവിലേജ് എന്താന്നുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ എപ്പോഴും കിട്ടും. ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നൊന്നും കഴിക്കില്ല, കഴിച്ചു തരട്ടെ ഗൈസ്, കഴിച്ചിട്ട് തരാം. അതെ, സായനെ വിളിച്ച് പറ്റിക്കാം ഗൈസ്. പക്ഷെ സായ എണീറ്റിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. സായനെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ, പക്ഷെ സായനെ വിളിച്ച് പറ്റിക്കാം. എണീറ്റിട്ടില്ലേ ഗൈസ്? എടുത്തില്ല അവൻ, എഴുന്നേറ്റുണ്ടോ ചിലപ്പോ കുളിക്കുമ്പോഴേ മേബി എടുക്കുന്നില്ല അവൻ. വീട്ടില് പോയിട്ടില്ലേ വന്ന് വർക്കിന്? ഓ 6 ആയിട്ടുള്ളൂ അല്ലേ? ഇവിടെ ഒരാള് കാലത്ത് തന്നെ വിളിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ജൂബിലിക്ക് നാളെ റൂം ബുക്ക് ചെയ്യാനായിട്ട്. കാലത്ത് തന്നെ വിളിച്ചിട്ട് വയ്യാതെ പറഞ്ഞിട്ട് കൂടെ വന്നിട്ടുണ്ട് ജൂബിലിയില്. അപ്പൊ ഈസ്റ്റർ നമുക്ക് ജൂബിലിയിൽ ആഘോഷിക്കാത്. റൂം കിട്ടിയിട്ട് വിളിക്കുക. AC വേണം നോൺ AC എടുക്കണ? ഇത് എനിക്കൊരു പണിയായതാ, പനി കൂടിയതല്ല അവൾക്കൊന്ന്. ഒരു 4:15 ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അപ്പൊ ജൂബിലിയിൽ വന്നിരിക്കുന്നത്. ഇല്ല കാണണം, വന്ന് പോയിന്റെ ഒരു പ്രാവശ്യം വന്ന് ഇതാക്കിട്ട് പോയി. ഞാനതിനെ വിളിച്ചേ, നീ ഇന്ന് പോണ്ടോ ഇല്ലെന്നാണ് അറിയാൻ വേണ്ടിട്ട്. ആ നീ വരുമ്പോ വിളിക്ക്. വൈകിട്ട് അപ്പൊ നിന്നെ പോണേന്നപ്പോ അയ്യോ പിന്നെ ലീവാക്കി എടുത്താ മതിയായിരുന്നൂടെ? ഇന്നപ്പോ ലീവാക്കി കിടന്നില്ലേ? അങ്ങനെ സാധനം ഇല്ലാത്തോണ്ടാണ് പോണേ. നിങ്ങൾ എപ്പാക്കിയതല്ലേ? കുഴപ്പമില്ല, പോയിട്ട് വരാം. ഞാൻ വെറുതെ വിളിച്ചാടാ, അവൾക്കൊരു കുഴപ്പമില്ല. അപ്പച്ചന് കാണിക്കാനായിട്ടേ ടോക്കൻ എടുക്കാണ്ട. നീ ഓടി പടഞ്ഞ വരാതൊക്കെ ഉണ്ടായി. എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോക്കൻ എടുക്കാൻ വരാനായിട്ട്. പറഞ്ഞത് അപ്പൊ നിനക്കൊരു പണി തരാൻ വേണ്ടി വിളിച്ചായിരുന്നു. ആ സമയത്ത് എടുക്കണായിരുന്നത്. അപ്പോഴത് അതിന്റെ ഒരു രസമുണ്ടായിരുന്നല്ലോ. അതെ, നേരത്തെ പറഞ്ഞു വെച്ചോ. ഇവിടെ നടന്ന് ഓളിടാൻ പറ്റില്ല, നമ്പർ എടുക്കാൻ വേറെ ആൾക്കാർ വന്നിരിക്കുന്നത്, ഓളിടാൻ പറ്റില്ല. അത് നേരത്തെ പുറത്തേക്ക് ഇറങ്ങി വിളിച്ചായിരുന്നു. ആ സമയത്ത് വിളിച്ചിരുന്നെങ്കിൽ നല്ല പോലെ ഒന്ന് പണി തരായിരുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞു അവസാനം എന്തുണ്ടാവും അറിയും, ഇവനെങ്ങനെ വിളിച്ച് പറഞ്ഞ് പറ്റിച്ചിട്ട് ആൾക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വിളിക്കുമ്പോ പറയും പോടാണെന്ന്. ഞാൻ കുറെ കണ്ടിട്ടുള്ള ഫ്രാങ്കല്ലേ. പറ്റിക്കല് തീർന്നോട്ടാ സായേ, ഇത് പറ്റിച്ചല്ല. ഞങ്ങള് ജൂബിലി വന്നപ്പോ വെറുതെ വിളിച്ചാ തന്നെ. നീ വൈകിട്ട് വരൂലേ? ഓക്കെ ശരി, ബൈ. ശരി ശരിടാ, ഓക്കെ ബൈ. അയ്യോടാ പാവം, വൈകിട്ട് വരാന്നൊക്കെ, വൈകിട്ട് വന്നിട്ട് കാണാന്നൊക്കെ പാവട്ടോ. വൈകിട്ട് വരാൻ എന്റെ കണ്ണാട്ടൻ അല്ലെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹ. അയ്യോ നമ്മൾ ലിസ്റ്റ് കൊടുത്തില്ല വൈകിട്ട് വരുമ്പോ. അപ്പൊ അത് വരുന്നായിട്ട് മുന്നേ വിളിച്ച് പറഞ്ഞ പോലെ. സമയമുണ്ട്, കാലത്തല്ലായിട്ടുള്ളൂ. അതെ, ടോക്കൺ കിട്ടി ഗൈസ്, ടോക്കൺ കിട്ടി. 1 മിനിറ്റ് ലേറ്റ്. ടോക്കൺ കിട്ടി ഗൈസ്. ഞങ്ങൾക്ക് 7 മണിയപ്പോൾ ടോക്കൺ കിട്ടി. ഇനി നമ്പർ കിട്ടണം. രാവിലെ 5 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിയ ഞങ്ങള് ഇപ്പൊ സമയം എത്രയാണ് എക്സാക്ട് ടൈം പറഞ്ഞ? 7:45 ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒട്ടും ലേറ്റ് ആയിട്ടില്ല, വളരെ കുറച്ച് സമയം അല്ലേ? അതെ, ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പോവാന്ന്. ഭാഗ്യം എനിക്കാണെങ്കിൽ കാലത്ത് തന്നെ ഉറങ്ങാണ്ട്, ഇന്നലെ രാത്രി ഉറങ്ങാണ്ട് അടിണ്ടാക്കാനുള്ള മൂടും ഇല്ല. വെറുതെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക ഗൈസ്, ഒരു ആവശ്യമില്ലാതെ വെറുതെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക. 7 മണിയായപ്പോ ടോക്കൺ കിട്ടിട്ടോ. 7 മണിയായപ്പോ ടോക്കൺ കിട്ടി. കുറച്ച് കഴിയുമ്പോ നമ്പർ കൊടുക്കുന്നു പറഞ്ഞു. അവിടെ 7:30 വന്നിട്ട് ഇരുന്ന് സംസാരിക്കുക കാര്യമായിട്ട്. ആന്ന് ഗെയിമൊക്കെ കളിച്ചിരിക്കാൻ വന്നിട്ട് ഫോണൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കിട്ടി ഗൈസ്. ഞങ്ങളിനി മാർക്കറ്റിൽ പോട്ടെ, അപ്പൊ അടുത്തത് കാണാം. എന്റെ പിന്നിലൂടെ കാണുന്നതാണ് ഗൈസ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. കുറച്ചു നേരത്തെ ചുറ്റിക്കറങ്ങലിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് എത്തി ഗൈസ്. കൊടുത്തോട്ടോ, നീ പറ്റിക്കട്ടോളനെ കൊടുത്തു നീ. ഡാഡി മിഠായി കിട്ടി. അത് ഇഷ്ടം ഡയറി മിൽക്ക് ഇഷ്ടമല്ലോ അവൾക്ക്. ഇത് ഇഷ്ടാ ഇല്ല ഡാഡാ? അല്ല ഡാഡാ, ഈ മിഠായി ഇഷ്ടയോ? ഫുള്ളോടെ കണ്ടോ?
കുറച്ച് കൊടുത്താൽ മതി കേട്ടാ. ഗുഡ് ഗേൾ. രാവിലെ ഐസ്ക്രീം ഉച്ചക്ക് ഇത് രാവിലെ തന്നെയാണ് കേസ്. ഇപ്പൊ ജസ്റ്റ് 8:30 ആയിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിനി മാങ്ങച്ചാർ ഇടാനായിട്ട് പോവാണ്. മാങ്ങച്ചാറാൻ പോവാണ് നമ്മള്. യെസ്, നമ്മളിനി മാങ്ങച്ചാർ ഇടാനായിട്ട് പോവാണ്. മാങ്ങച്ചാറിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇനി മാങ്ങച്ചാറിടാണത് അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം അല്ലേ? അത് അവിടേക്ക് വെക്കാം നമ്പർ എടുത്തത്. അപ്പൊ മാങ്ങച്ചാറിടാണത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി. നല്ലതല്ലേ, നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ മുഖം കഴുകി. മാങ്ങ എടുക്ക്. മാങ്ങയുടെ സ്പോൺസർ നമ്മൾ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. മാങ്ങയുടെ സ്പോൺസർ നമ്മുടെ സ്വന്തം സായാണ്, എന്റെ സ്വന്തം കണ്ണേട്ടൻ. മാങ്ങയുടെ സ്പോൺസർ നക്ഷത്രാവ്. സിൽക്ക് സാരീസിന്റെ കവറിലേക്ക് കാണുന്നില്ല, പക്ഷെ മാങ്ങയാണ് അവന്റെ വീട്ടിലുണ്ടായ സ്വന്തം വീട്ടിലുണ്ടായ മാങ്ങ. അതെ, കണ്ണേട്ടന്റെ സ്വന്തം നക്ഷത്ര. എവിടെ? കുറുമശ്ശേരി. ഞങ്ങളിനി മാങ്ങ അരിയട്ടെ ഗൈസ്. മാങ്ങ അരിയാൻ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കണില്ല, ലൈവ് ഇടാം. നമുക്ക് മാങ്ങ അരിയണ സമയത്ത് ലൈവ് ഇടാം, അതായിരിക്കും നല്ലത്. ഞങ്ങൾക്കും നിങ്ങൾക്കും നല്ലത് അതാണ്. അപ്പൊ ഞങ്ങൾ പോയിട്ടാ മാങ്ങ അരിയട്ടെ. മാങ്ങച്ചാറിന് ഇതിനുള്ള ചോറ് ചോറല്ല, മാങ്ങച്ചാറിടാൻ പോവാണ് ഞങ്ങള്. മാങ്ങ അരിയാലേ? കത്തിയിലാണോ മാങ്ങ അരിയാൻ പോണത്? കുറച്ച് മാങ്ങ എടുക്കട്ടെ, കുറച്ച് മാങ്ങ എടുക്കട്ടെ. അത് മുറിച്ചറിയാന്ന് എന്തോന്നടാ തൊലി കളയാ? നമ്മുടെ ചോറ് എനിക്കങ്ങനെ മാങ്ങ തൊലി കളയാൻ വലിയ പരിചയമൊന്നുമില്ല. എന്നാലും എനിക്ക് മാങ്ങയുടെ ഇതിന്റെ ഈ സ്മെല്ലില്ലേ, ഈ സാധനത്തിന്റെ പേര് ചോണാന്നാണോ പറയാ? ചൊണ. ആ സാധനത്തിന്റെ സ്മെല്ല് ഇഷ്ടമാണ്. അപ്പൊ വന്നു ഗൈസ്. ഞങ്ങളിടാൻ പരിശ്രമിച്ചു, പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ബുദ്ധിമുട്ടാ. അവന്റെ റിംഗ് ടോണൊക്കെ ഡിങ്. അയ്യോ, അപ്പൊ ഞങ്ങള് ബാക്കി കലാപരിപാടികള് വൈകിട്ടായി കഴിച്ചു. 6:30 ഇപ്പൊ തന്നെ സമയം. ബാക്കി കലാപരിപാടികളിലേക്ക് കടക്കട്ടെ. ബൈ ബൈ. ടൈം ജസ്റ്റ് 7 മണി ആയിട്ടുള്ളൂ. 7 മണിക്കാണ് ഞങ്ങള് ചിക്കനും ബീഫൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നത്, നാളത്തേക്കുള്ളത്. സോ ഞങ്ങള് പോട്ടെ. ഉറങ്ങാത്തിന് നല്ല ക്ഷീണം മുഖത്തുണ്ട് എന്റെ. ഇതിന്റെ മുഖത്ത് തീരില്ലടാ, ഒട്ടുമില്ല അല്ലേ? നല്ല ക്ഷീണമുണ്ട് ഉറങ്ങാത്തന്റെ. അതന്നെ. അപ്പൊ ഞങ്ങള് പോയിട്ട് ഇറങ്ങി. ചിക്കനും ബീഫൊക്കെ മേടിച്ചു ഗൈസ്. ചിക്കൻ ബീഫ് നിൽക്കുന്നു. ചിക്കനും ബീഫ് പോത്ത് അല്ല, നീ ചിക്കൻ, ഇത് പോത്തുന്ന്. ചിക്കനും ബീഫൊക്കെ മേടിച്ചു ഗൈസ്. വീട്ടിൽ പോയിട്ടാണ് കറി വയ്ക്കാൻ. ഇതിപ്പോ ഹാപ്പി ഈസ്റ്റർ എവരിവൺ. സെക്കൻഡ് ഹാപ്പി ഈസ്റ്റർ. ഇന്ന് 2ാമത്തെ ദിവസമാണ് അല്ലേ? ഞങ്ങള് കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ തിരക്ക് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നിന്റെ മുഖം എന്താടാ ഇങ്ങനെ? അത് നല്ലപോലെ ഉറങ്ങിയോണ്ടാ. അതെ, നന്നായിട്ട് ഉറങ്ങിയോണ്ടാ. അതെ, ഞാനിവനെ നല്ലവനായ ഒരു ഭർത്താവാക്കി വാർത്തെടുത്തോണ്ടിരിക്കുക. ഇനിയിപ്പൊ എങ്ങാനും ഇവനെ കെട്ടിച്ചു വിടുന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിക്കില്ലേ, എന്തായാലും ഇവനെ കെട്ടണ ആള് എന്റെ പെങ്ങളായിട്ട് വരുമല്ലോ. അപ്പൊ എന്നോട് ചോദിക്കില്ലേ, ഇങ്ങനെ ഒരു നാത്തുണ്ടായിട്ട് എന്നെ അനിയനെന്തൊന്നും പഠിപ്പിച്ചു, അനിയനല്ല ചേട്ടനതൊന്നും പഠിപ്പിച്ചില്ലേ എന്ന് പറയില്ലേ? ചേട്ടൻ എടാ, ലുക്ക് വൈസ് യുവർ അനിയൻ ബട്ട് ഏജ് വൈസ് യുവർ ചേട്ടനൊന്നും പഠിപ്പിച്ചില്ലേ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കില്ലേ അനീത്തി വന്നിട്ട്. ആ
അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പൊ ഹാപ്പി ഈസ്റ്റർ. പാതിരാത്രി വരെ കാലത്ത് പുലർച്ചെ 4 തൊട്ടിട്ട് രാത്രി 12 മണി വരെ ഞങ്ങളിവിടെ കുക്കിങ്, ബാക്കി കുടുംബത്തെ കാര്യങ്ങള്, സാധനങ്ങൾ മേടിക്കാൻ പോക്കൊക്കെ ആയിരുന്നു. രക്ഷപ്പെട്ടു നമ്മളങ്ങനെ അല്ലേ. ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ബാക്കി നീ പഠിപ്പിച്ചോന്ന്. ഞങ്ങള് രണ്ടുപേരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കുന്നത് അമ്മനി പണി ബഹളങ്ങള്, തെക്കും തിരക്കും ബഹളവും. രാത്രി 12 മണി വരെ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വീഡിയോ കൂടി എടുക്കാൻ നിന്നിരുന്നെങ്കിൽ 2 മണിക്ക് തീരുള്ളൂടാ അല്ലേ. 2 മണിക്ക് ഞങ്ങളുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ട് ഞങ്ങള് കുക്കിങ്ങിലോട്ട് കിടക്കാന്ന്. വീഡിയോ എടുക്കാൻ നിന്നിരുന്നെങ്കിൽ തീരുമാനമായി ഞാനേ. വെള്ളാണോ ഇതവിടെ? ഇപ്പൊ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓൾറെഡി ചിക്കൻ ഈസ് റെഡി. ആൻഡ് ഇതില് വെള്ളയപ്പം, കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത് ബീഫ്, അച്ചാറ്, നമ്മുടെ ഇന്നലത്തെ അച്ചാറ്. നമ്മളൊരു ഡിസേർട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാംഗോ സാഗോ. കണ്ട സാഗോ ബോൾസ് ഒക്കെ ഇട്ടിട്ട് മാംഗോ സാഗോ. രസമുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കിയതാണ്. നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു. ഞങ്ങളല്ല ഇവിടെ ഒറ്റയ്ക്ക് ചതിച്ചു ഗൈസ്. അതായത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പൊ പോയപ്പോ ഒരു 11-12 നേരമായിട്ടുണ്ട്. പിന്നെ പുലർച്ചെ നീച്ചപ്പോ എനിക്ക് ഉറക്കം വരാണ്ടായപ്പോ ഞാൻ തന്നെ അടുത്ത് കുറച്ച് കഴിച്ചായിരുന്നു. അപ്പോഴേക്ക് തണുപ്പായപ്പോ ഞാൻ കഴിച്ചായിരുന്നു കുറച്ച് ഇട്ടിട്ട്. നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാ പോയത്. ഞാൻ പുറത്തുനിന്ന് പൂട്ടിട്ട് പൊക്കൊണ്ടെന്ന് നാളെ വന്ന് വായിൽ ഉറക്കാന്ന്. എനിക്ക് അറിയായിരുന്നു ഇവിടെ എടുത്ത് കുടിക്കുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. മാംഗോ വേണം, പാല്, പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. വലിയ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഇടാം. അധികം മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇടാം. ഫ്രഷ് ക്രീം, പിന്നെ സാഗോ ബേൾസ്. ഇതിൽ കുഞ്ഞു ഉണ്ടാവുന്ന സാധനങ്ങളൊന്നുമില്ലേ. സാഗോ ബേൾസ് അല്ലെങ്കിൽ ചൗവരിയോ അങ്ങനെ എന്താ സംതിങ് അങ്ങനെ എന്താ പറയും. അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും നമുക്ക്. അതേ ഉള്ളൂ. ഈസി ഡിസേർട്ടാണ്. ഇപ്പോഴും എനിക്ക് തന്നിട്ടില്ല. അവിടെ ഒറ്റയ്ക്ക് വെച്ചോട്ടിരിക്കുക വീഡിയോ എടുക്കാന്നുള്ള വ്യാജന. കറക്റ്റായിട്ട് ഇട്ടുണ്ട്, ഒരു വ്യത്യാസമില്ല. അയ്യോ, രണ്ടുപേരുടെ ഉറക്ക ശരിയല്ലാത്തോണ്ട് ടേസ്റ്റ് നോക്കിക്കോ. അതെ, ഇന്നലെ കുറച്ച് കുടിച്ച് ടേസ്റ്റ് നോക്കിയായിരുന്നു. ടേസ്റ്റ് ഇല്ലേ ശരിക്കും? രസമില്ലേ? തണുപ്പിക്കുമ്പോഴല്ലേ ശരിക്കും രസം കുറച്ചും കൂടെ. അതിനായിട്ട് രസപ്പോഴാ തണുപ്പിച്ച് കഴിക്കുമ്പോ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യമായ ഉറക്കം വരുന്നുണ്ട് അല്ലേ. വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങട്ടാ? ഈസ്റ്റർ ആയോണ്ടാണോ വൈറ്റൊക്കെ ഇട്ടിട്ട്? ഞാൻ അങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് നോക്കണേ. കണ്ണൊന്നും തുറന്നിട്ട് കിട്ടണില്ലല്ലോ. പണ്ടാലും നിന്റെ അല്ല. ഓ ഞാന് ഒരു കാര്യം വിളിക്കും. അപ്പനെ വിളിക്കുന്ന സമയത്ത് ഫോട്ടോ അയച്ചു നോക്കിട്ട് ഞാൻ അപ്പത്തെ കൂടെ പോയത് ചെക്കനെ നോക്കിയതാണ്. അതായത് ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ചെക്കൻ അപ്പുറത്തെ കൂടെ ഇങ്ങനെ പോയപ്പോ ഞാൻ ഇങ്ങനെ നോക്കി. നോക്കിയെന്ന് അറിയണം, സമ്മതിച്ചു കൊടുക്കണം. അല്ലാണ്ട് അതിന്റെ പേരിൽ ആർഗ്യുമെന്റ്സിന്റെ കാര്യമൊന്നും ആവശ്യമില്ല. സത്യസന്ധമായിട്ട് പറയാ. വായനോട്ടം എന്താ അത്ര മോശം പരിപാടിയാ? അതെ, വായനോട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് ഫോർ എവരിവൺ. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. അതെ, ഇന്ന് വരുന്ന വഴിക്ക് ഇവരൊരു സാധനം മേടിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് മേടിക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഏതൊരു കൊച്ചു വെയിലും കൊണ്ട് നിൽക്കണ്ട അവന് സങ്കടം. ഞാൻ അവിടെ വെയിലും കൊണ്ട് കിടന്ന് തലയിറങ്ങി വീണ് ചത്താലും തല കറങ്ങി റോട്ടിൽ വീണ് അതിന്റെ മുകളിൽ കൂടെ തലയെ കൂടെ പാണ്ടിലൂറി കയറിപ്പോയി അരിഞ്ഞു പോയാലും അവനൊരു വിഷമം ഉണ്ടാവില്ല. അവിടെ ഏതൊരു കൊച്ചു വെയിലത്ത് കുറച്ച് നേരം നിൽക്കണം എന്നവര് വൻ വിഷമം. സോ അതിന് ഓ ഞാൻ സത്യാവസ്ഥ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് ആരും എന്നെ ഗേളായിട്ട് കൺസിഡർ ചെയ്യില്ല. എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വിചാരിക്കണ്ട. എനിക്ക് ഒരു വിഷമമില്ല, സന്തോഷമുള്ളൂ, സന്തോഷം മാത്രം. ഞങ്ങൾ ഇന്നലെ ഭയങ്കരമായിട്ട് പ്ലാനൊക്കെ ചെയ്തേ. വേഗം കുക്ക് ചെയ്ത് കഴിയാം, എന്നിട്ട് നമുക്ക് രാത്രി 11 മണിക്ക് പോകാം. ഇന്നലെ അല്ല, ആക്ച്വലി ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്തു. പക്ഷെ മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പോഴേ എനിക്ക് ആ പ്ലാനിൽ ചേഞ്ച് വരുന്നുള്ളത് ഞാൻ വിചാരിച്ചാണ്. പിന്നെ ഇന്നലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അപ്പനെ ജസ്റ്റ് ഡോക്ടറെ കാണിക്കുക എന്നുള്ളൊരു പർപ്പസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് വയ്ക്കും. എന്റെ വീഡിയോ തന്നെയാണോ സൗണ്ട് കുറച്ച് പ്ലേ ചെയ്തു? അങ്ങനെ ഇല്ല, സൗണ്ട് കുറച്ച് പ്ലേ ചെയ്തിടുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ അൺഎക്സ്പെക്ടഡ് അവര് ഡോക്ടറെ കാണിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ കയറി TMT എക്കോ ECG മുതലെടുക്കണമല്ല സജി എന്നുള്ള പോലെ അവരറിഞ്ചം പുറിഞ്ചം ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി. അങ്ങനെ വൈകുന്നേരം വരെ അവിടെ പോയി. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളായിട്ട് പോയി. പിന്നെ വൈകുന്നേരം ഇപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി 8 മണിയായി. പാവം ഫുഡ് കഴിക്കണത് 11 മണിക്കാ. പ്രിപ്പറേഷൻ പിന്നെ സഹിക്കടാ. പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള അടുക്കളയാണ് സഹിക്കാൻ പറ്റാത്ത. ഞങ്ങൾ വിചാരിച്ചു പിന്നെ കൊണ്ടാരും വേണം വേറെ വായിൽ വരേണ്ട പറ്റുന്നത് പറയാൻ പറ്റണില്ല ശരിക്കും. അതെ, അതുകൊണ്ട് മാത്രം ഞങ്ങള് പറയണില്ല. സീരിയസ്ലി ടയേർഡാവാന്നൊക്കെ പറഞ്ഞ അമ്മമാര് ടയേർഡായി പോയി. ഇന്നലെ ഭയങ്കര ടയേർഡായി പോയി. സായി ചതിച്ചു ഞങ്ങളെ. ഇന്ന് സായിയും ദൈവം വരുന്നുണ്ട്, ഞങ്ങളെ ചതിച്ചു. ഓക്കെ നോ പ്രോബ്ലം. നിങ്ങൾ പറഞ്ഞതാണ് അങ്ങനെ അടുക്കള കിട്ടേ ഭൂകമ്പം വന്നില്ല. പാത്രങ്ങളായിക്കോട്ടെ, കൊറേ പാത്രങ്ങള്, പിന്നെന്തെന്നാ കൊറേ സവോള എല്ലാം. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ മരിച്ചു പോകും, ഞാൻ ചത്തു പോകുന്ന. അങ്ങനെ അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ ബാക്കി പണിയൊന്നുമില്ല. ഇന്നിപ്പോ മോർണിംഗ് എണീറ്റ് ഞാൻ ബീഫ് വെച്ചു, പിന്നെന്താ മീൻ വറുത്തു, ചോറ് വെച്ചു. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും നിൽക്കണ്ടല്ലേ. സാലഡ് ആക്കണം വേണ്ടല്ലേ? മടിയാവുള്ളൂ സാലഡ് ആക്കാനായിട്ട്. എനിക്ക് സീരിയസ്ലി നല്ല മടിയാവുന്നുണ്ട്, വയ്യ. ഇന്നലെ ഞങ്ങള് ചിക്കനും ഈ ഡിസേർട്ടും ആക്കി. ബീഫ് വേവിച്ചു വെച്ചു. അച്ചാറ് നമ്മൾ ഇട്ടതല്ല, അച്ചാറിന്റെ മാങ്ങ നമ്മൾ അരിഞ്ഞു എന്നുള്ളൂ. അമ്മാമെ കൊണ്ട് ഇടിപ്പിച്ചു. അങ്ങനെ അപ്പൊ ഇന്ന് നമ്മൾ ഈസ്റ്റർ നമ്മൾ എങ്ങോട്ടും പോകണമെന്നില്ല. ഓ എന്റെ പൊന്നി, അതിനായിട്ട് വേറൊരു കാര്യം. ഇന്നലെ ഞാൻ എന്റെ മൂക്കിന് സ്റ്റിൽ എന്റെ കയ്യിൽ തൊട്ടൊക്കെ തൊലി പോയി. കയ്യിന്റെ കോലം പൊള്ളിപ്പോയേക്കാ. എന്റെ നോക്ക് കയ്യിന്റെ കോലം കണ്ടോ ഇവിടെയൊക്കെ? ബാക്ക് ക്യാമറ കാണിച്ചാട്ടെ കറക്റ്റ് ആയിട്ട്. നോക്ക് കയ്യിന്റെ കോലം കണ്ടോ? ഇവിടെയൊക്കെ തൊലിയൊക്കെ പോയി. ഇന്നലെ രാത്രി പുലർച്ചെ വരെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓൾറെഡി എനിക്ക് ചൂടുകാലാകുമ്പോ കയ്യിന്റെ തൊലിക്ക് പോകാറുണ്ട്. പക്ഷെ ഇന്നലെ എന്ന് പറയുന്നത് ഫുള്ള് എനിക്ക് ഇവിടെ ഒക്കെ പൊള്ള, ഭയങ്കരമായിട്ട് കിടന്ന് പൊള്ള. ഐ മീൻ ഐ ഗസ് തൊലി പോയ കഴിയുകൊണ്ട് ഇതരിഞ്ഞോണ്ടെന്നു മുളക് അരിഞ്ഞോണ്ടെന്നു ഭയങ്കരമായിട്ട് കിടന്ന് പൊള്ള. ആകെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇന്നലെ ഉറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. അവസാനം ഉറങ്ങി വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഓരോ പടക്കം വെച്ച് കുടിക്കുന്നുണ്ട്. 2:30 ഞാനാണ് ചിക്കു, ഞാൻ ഞെട്ടിടിയിട്ട് പാലക്കടി വന്നു. അതെ, ഒന്നും ഉറങ്ങി വരായിരുന്നു. ചേട്ടാ നോക്കി കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഉണ്ടാണ് പറയാനായിട്ട്. പിന്നെ ഈസ്റ്ററൊക്കെ എല്ലാവരും ആഘോഷിച്ചോട്ടെ. അതെ, അതെ ഗുണ്ടുപൊട്ടിച്ചേരാ. ചിക്കുന് ഭയങ്കര പേടിയാ കേസ്, ഭയങ്കര ഇടുന്ന ഭയങ്കര പേടിയാ. പടക്കമൊക്കെ ഭയങ്കര പേടിയാ. അതവിടെ ഒളിച്ചിരിക്കും, വന്നിട്ട് എടുക്കാനൊക്കെ പറയും വന്നിട്ട് പടക്കം പൊട്ടുമ്പോ. ഇന്ന് അപ്പൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവിടെ. അപ്പൊ ആള് വന്നപ്പോ അപ്പയുടെ റൂമിൽ കയറാൻ വന്നു. അപ്പൊ ഞാൻ അടുക്കളയിൽ നിൽക്കായിരുന്നേ. അപ്പൊ അവളിങ്ങനെ ഓടി വന്നിട്ട് അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ചവിട്ടിയിൽ വന്നിട്ട് എന്താ ചെയ്യണ്ടേ നോക്കി അതുപോലെ നോക്കി. അപ്പൊ ഞാൻ അടുത്തുകൊണ്ട് 2ാമത്തെ റൂമിൽ കൊണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേസ് കാര്യങ്ങള്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കത്രികയും പുൽത്തൈലും ഡെറ്റോളും. പുൽത്തൈലും ഡെറ്റോൾ ഇസ് മസ്റ്റ് ഹിയർ ബിക്കോസ് ഡാഡ് ഉള്ളതുകൊണ്ട് ഇവിടെ ആവശ്യമുണ്ട്. ആൻഡ് അനദർ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഹാവിങ് മാംഗോ സാഗോ അലോൺ. അത് പ്രശ്നമാണ്. ഒരു സ്ഥലത്തില്ല അവിടെ അപ്പനും ഫ്രണ്ട്സും, അപ്പനും ഫ്രണ്ടും പുറത്തേക്ക് ഓക്കെ ഗൈസ്. അപ്പൊ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഈസ്റ്ററിനെ കുറിച്ചുണ്ട്? വളരെ നല്ലൊരു ഇതാണല്ലേ. പിന്നെ ഉറക്കമല്ലേ വിഷമം, പണിയെടുത്തിട്ടൊക്കെ വിഷമം ചെറുക്കി പണി. ഇത്രയും നാള് ഈസ്റ്റർ ആവുമ്പോ നേരെ അടുക്കളയിലല്ല മേശമ പോയിരിക്കുക, കസാലിട്ടിരിക്കുക, ഫുഡ് കഴിക്കുക, വരിക, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഈസ്റ്ററിനാണ് ചെറുപ്പ് അറിഞ്ഞത് എന്താണ് ശരിക്കുള്ള ഈസ്റ്റർ എന്നുള്ളത് അറിഞ്ഞത് കുട്ടി. പണികളോട് പണികൾ, പണി എന്ന് പറഞ്ഞാൽ അമ്മാര് പണികൾ. എന്തോ കാര്യമായിട്ട് പണികളൊക്കെ എടുപ്പിച്ചു. അപ്പൊ ഇനി ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വഴി അറിയിക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാപ്പി ഈസ്റ്റർ. വഴിയെ കാണാം. ഹലോ, അതെന്റെ ഇല്ല ചോറില്ല ഇവിടെ നിന്ന് പണിയെടുത്ത് മതിയായി ഞങ്ങക്ക്. ചോറും ഇല്ല, ഒരു ടൈം ഇല്ല എന്നാർക്കും ഇവിടെ. അപ്പൊ ഞങ്ങള് പോട്ടെ ഗൈസ്. അപ്പൊ ചോറ് കൊടുക്കട്ടെ, വേർതിരിക്കുന്നു. അടുത്ത അപ്ഡേറ്റ്സ് കുറച്ച് വഴി ഞങ്ങൾ കാണിക്കാം. ഈസ്റ്ററിന്റെ ഗെറ്റ് റെഡി യൂത്തിന് കാണിക്കണ്ടേ? നിനക്ക് ഞാൻ മേക്കപ്പ് ഇട്ടേ.
എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു ചാവണവരിക്കണ്ടത് ചാവണവരിരുന്നാ മതിയല്ലോ ശല്യം എന്നൊക്കെ ഈ ഉറങ്ങാണ്ട് ഇതിന് ബോധമൊക്കെ ഉറങ്ങാണ്ട് എന്റെ പൊതുവെ ഭയങ്കര ഭംഗി ഉറങ്ങി ഞാൻ ഉറങ്ങി മരിച്ചേക്കാണ് ഇവിടെ. നാച്ചുറൽ ബ്യൂട്ടി ആണെങ്കിലും ഉറക്കത്തിന് ഉറക്കം വേണം. ഉറക്കം ഓ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? അയ്യോ ഇനിയിപ്പോ ഞാൻ ഓർത്തില്ല. സാറില്ല ഇറ്റ്സ് ഈസ്റ്റർ കായ്ക്കേക്ക് എടുത്തിട്ട് ഞാൻ തേച്ചൊക്കെ കൊടുത്തിടാം. കുറച്ച് വേഗത്ത് ഇരിക്കുന്നു ഞാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് കലാപരിപാടികളൊക്കെ ഒരുവിധം തീരാറായിക്കൊണ്ടിരിക്കുന്നു. വൈകിട്ട് പുറത്ത് നോക്കുമ്പോഴേ ഞങ്ങളത് കാണിക്കാം. എല്ലാ പരിപാടികളും ഞാൻ ഫുൾ ടൈം വീഡിയോ ഒക്കെ ഞങ്ങൾ മറന്നു പോകണമാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ ഇങ്ങനെ ചാനലിന്റെ കാര്യം മറന്നുപോയി സത്യം പറഞ്ഞ. യൂട്യൂബ് ചാനൽ ഇന്നലത്തെ പണിയുടെ തിരക്കിലും ആശുപത്രിയുടെ തിരക്കിലും മറന്നുപോയി ഞങ്ങള്. അത് അതെ ഓരോ കഴിയണേമ്പോ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്തേക്ക് ഇങ്ങനെ കൺവേർട്ട്. അമ്മമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. ഹാപ്പി നൈറ്റ് ആയി അമ്മമ്മ പോകണം. അതേ അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ രാത്രി ആവണ വരെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാൻ മടിയായിട്ടിരുന്നു. ഇപ്പം ഞങ്ങൾ റിജോ ബാക്കറിൽ നെല്ലിക്കുന്നുള്ള റിജോ ബാക്കറിൽ വന്നേക്കാണ്. മറന്നുപോയി കഴിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട്. ക്ഷമിക്കുക. പനിയാണോ? എൻ്റെ വ്ളോഗ് കേട്ടോ. ഹായ് പറഞ്ഞു വേണമെങ്കിൽ. പനി പിടിച്ചിരിക്കുന്നു. യുവ ഭയങ്കര ഫേമസ് ആണ് എൻ്റെ നാട്ടിലിപ്പോ. യുവ ഭയങ്കര ഫേമസ് ആണ്. യൂട്യൂബിലൊക്കെ ഞങ്ങള് ഭയങ്കര ഫേമസ് ആയിടാ. എടാ ഞങ്ങൾ എക്സിബിഷന് പോയപ്പോ അവിടുന്ന് ഒരു സബ്സ്ക്രൈബർ ഒന്ന് സംസാരിച്ചാ ഞങ്ങളെടുത്ത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ തിരയിലും ഞങ്ങളൊക്കെ കഴിഞ്ഞു. അറ്റൻഷനിലൊക്കെ സിമ്പിൾ ആയിട്ടുണ്ടെന്ന്. തെടുത്തിരിലും കാര്യങ്ങളൊക്കെ അവസാനിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് എത്തി. ഇനി വ്ളോഗ് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ വ്ളോഗ് നമ്മൾ എന്താ കാണിച്ചത്? ദിവസത്തെ വ്ളോഗ് വെറുതെ ഒരു പ്രത്യേകിച്ച് ഉപകാരമുള്ള കാര്യങ്ങളോ നിങ്ങൾക്കൊന്നും കാണിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഇവനാണ് ഡിങ്കൻ. അപ്പൊ ശരി ഗൈസ്. വേണ്ട വേണ്ട ശരി ശരി. അമ്മ വിളിച്ചിട്ട് ചോറ് വേണം ചോദിക്കാൻ വിളിച്ചതാന്ന്. ഞങ്ങളപ്പോ പോയിട്ട് ഫുഡ് അടിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം എല്ലാവർക്കും. ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റ, ലവ് യു ഓൾ, ബൈ.